ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എക്സാം ടോക്സ്. ഇന്ന് നമ്മൾ അക്കൗണ്ടിങ് ജൂനിയർ അക്കൗണ്ടിങ്ങിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് നോക്കുന്നത്. ടോപ്പിക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. നമുക്ക് ആദ്യമേ തന്നെ എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നോക്കാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഒരു റിട്ടേൺ പോളിസി ഡോക്യുമെൻ്റ് ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴും പ്രസൻറ്റ് ചെയ്യുമ്പോഴും എല്ലാവരും ഒരുപോലെ പാലിക്കേണ്ട ഒരു സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇത് ഒരുപോലെ എല്ലാവരും പാലിക്കപ്പെടുമ്പോൾ അവിടെ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും. എല്ലാവരും ഒരുപോലെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് കമ്പയർ ചെയ്യാനും അതുപോലെ തന്നെ ഓഡിറ്റർക്കും അക്കൗണ്ടൻറ്റിനും ഒക്കെ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനും യൂസ്ഫുൾ ആയിരിക്കും. രണ്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഒന്ന് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, രണ്ടാമത്തെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഗ്ലോബലി അക്സെപ്റ്റ് ആണ്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇന്ത്യയിലെ ലിസ്റ്റഡ് കമ്പനീസ് ഒക്കെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ്. ഇനി നമുക്ക് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നാം നോക്കിയൊക്കെ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിലൊരു ഹയർ പൊസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കും. ഈ ചാർട്ടേഡ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ബോർഡാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് 1949 ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ICAI 1977 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ബോർഡിനെ നിയമിച്ചു. അതിനെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് പറയുന്നത്. 1977 ASB ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇന്ത്യക്ക് മാത്രമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും വേൾഡ് വൈഡ് ആയിട്ട് ഗുഡ്സും സർവീസുകളും പ്രൊഡ്യൂസ് ചെയ്യുകയും സെയിൽ ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി 2001 ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ ഭാഗമായി തീർന്നു. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ICAI ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഓരോന്നും നോക്കാം. ഇതിനകത്ത് ജസ്റ്റ് ചോദിക്കുക, നമ്പർ തരും. ഇപ്പം AS1 ഏതാണ് അല്ലെങ്കിൽ AS2 ഏതാണെന്ന് മാത്രമേ തരുള്ളൂ. എന്നിട്ട് അത് ഏതാണെന്ന് ചോദിക്കില്ല. അല്ലാണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. ഇതിനകത്ത് പണ്ട് 32 ഉണ്ടായിരുന്നു, ഇപ്പം 27 ഉള്ളൂ. ഇപ്പം ഓരോന്നും നമുക്ക് നോക്കാം. ഒന്നാമത്തേന് ഡിസ്ക്ലോസർ ഓഫ് അക്കൗണ്ടിങ് പോളിസി. എല്ലാ കാര്യങ്ങളും ഹൈഡ് ചെയ്യാണ്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വയ്ക്കണം. രണ്ടാമത്തെ വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി വാല്യുവേഷൻ കൃത്യമായിട്ട് നോക്കണം. 3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ക്യാഷിന്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും. 4 കണ്ടിജൻസി ആൻഡ് ഇവന്റ് ഒക്യൂർ അവർത്ത ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന് ശേഷം എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യണം. 5-ാമത്തെ നെറ്റ് പ്രോഫിറ്റ് ലോസ് പീരിയഡ് ടു. എന്തെങ്കിലും പ്രോഫിറ്റ് ലോസ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഒമിറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ, അതായത് റെക്കോർഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യണം. 6-ാമത്തെ ഡിപ്രീസിയേഷൻ. അതിപ്പോൾ 10-ാമത്തെ ഫിക്സഡ് അസറ്റ്. ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത് ഫിക്സഡ് അസറ്റിന് അതായിട്ട് മെർജ് ചെയ്ത് പോയിട്ടുണ്ട്. 7-ാമത്തേന് കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്. 8 അക്കൗണ്ടിങ് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അതും ഇപ്പോഴില്ല. 9-ാമത്തെ റവന്യൂ റെക്കഗ്നേഷൻ. 11-ാമത്തേന് അക്കൗണ്ടിങ് ഫോർ എഫക്റ്റീവ്നെസ് ഓഫ് ചേഞ്ച് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്. ഫോറിൻ എക്സ്ചേഞ്ചിൽ ഉണ്ടാവുന്ന ചേഞ്ചുകൾ. 12 അക്കൗണ്ടിങ് ഫോർ ഗവൺമെന്റ് ഗ്രാൻസ്. 13 അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. 14 അക്കൗണ്ടിങ് ഫോർ അമാഗമേഷൻ. 15 അക്കൗണ്ടിങ് ഫോർ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എംപ്ലോയിയുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്. 16 ബോറോയിങ് കോസ്റ്റ്, അതായത് നമുക്ക് ബോറോ ചെയ്യാൻ വേണ്ടി വരുന്ന ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ. 17 സെഗ്മെന്റ് റിപ്പോർട്ട്. 18 റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോസർ. 19 ലീസിന് റെന്റിന്റെ കാര്യങ്ങളൊക്കെ. 20 ഏണിംഗ് പെർ ഷെയർ EPS. 21 കൺസോളിഡേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. 22 അക്കൗണ്ടിങ് ഫോർ ടാക്സ് ഓൺ ഇൻകം ടാക്സ് കാര്യങ്ങളൊക്കെ. 23 അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് അസോസിയേറ്റ് ഇൻ കൺസോളിഡേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. 24 ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ. 25 ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട്. 26 ഇൻടാഞ്ചിബിൾ അസറ്റ്. 27 ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ജോയിന്റ് വെഞ്ചേഴ്സിന്റെ റിലേറ്റഡുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളും. 28 ഇംപാർട്ട്മെന്റ് ഓഫ് അസറ്റ്. 29 പ്രൊവിഷൻ ഫോർ കണ്ടിജൻസി ആൻഡ് കണ്ടിജന്റ് അസറ്റ്. കണ്ടിജൻസി എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാതെ വരുന്ന അസറ്റ്സും ലയബിലിറ്റിയും കാര്യങ്ങളൊക്കെ. രണ്ടാമത്തെ ടൈപ്പ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഒന്ന് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, രണ്ടാമത്തെ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് IFRS ആണ്. അത് എന്തിലൂടെയാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് IASB. നമ്മുടെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ICAI ASBയിലൂടെ.
IFRS ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 17 എണ്ണമാണ്. അത് ജസ്റ്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. കൂടുതലും ചോദിച്ചു വന്നിരിക്കുന്നത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് എക്സാമിന് കൂടുതൽ ചോദിച്ചു വന്നിരിക്കുന്നത്. എന്നിരുന്നാലും ഇതും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് നോക്കാം കേട്ടോ.